നാടകത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു, അവിടെ ചെങ്ങന്നൂർ വെച്ച് കണ്ട അന്നത്തെ ഒരു ജനങ്ങളുടെ ഒരു വികാരം എന്തായിരുന്നു ഈ നാടകം കളിക്കുന്ന സമയത്ത്? അത് പറയാനൊക്കത്തില്ല, അതിന്നും ഇല്ലല്ലോ. അതെ അതെ, ഓരോ രംഗം കഴിയുമ്പോഴും ജനങ്ങൾ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അത് കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുക, പിന്നെയും കാണണം എന്നുള്ളതാണ്. ഈ 3-3.5 മണിക്കൂർ നേരം ആ നാടകം. ഇന്നത്തെ പോലെ 2 മണിക്കൂർ നാടകങ്ങളല്ല, 3 ഇതിനൊക്കെല്ലാം ഓരോ പാട്ട് കാണും. ആ പാട്ടും കേട്ട് നാടകവും കണ്ട് ആസ്വദിച്ചിട്ടാണ് ജനം കൈയടിച്ചിട്ട് ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനൊരു നാടകം അതുപോലെ ഏറ്റെടുത്ത നാടകങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ കേരളത്തിൽ. അത് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാണ്, ഇന്നിപ്പോൾ കളിക്കുകയല്ലേ. 70 കൊല്ലം കഴിഞ്ഞിട്ടും ആ നാടകം എന്നും കളിക്കുന്നുണ്ടെങ്കിൽ ആ നാടകത്തിന് ജനത്തിനുള്ള പ്രതിബദ്ധത എത്രത്തോളം നമ്മൾ കണക്കാക്കണം. അത് അവർ അന്നത്തെ ബാച്ച് കഴിഞ്ഞ് പിന്നീട് ബാച്ച് എടുത്തു. അന്നത്തെ അഭിനയിച്ചവരെല്ലാം മാറിയില്ല. സുലോചനെ, കമ്പിശ്ശേരി കരുണാകരനെ, പിന്നെ ജനാർദ്ദന കുറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ ടീം കംപ്ലീറ്റ് മാറി വേറെ ടീമാണ് നാടകം കളിച്ചു. അതായത് KPC തന്നെ പുതിയ ആൾക്കാർ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതെടുത്തു. അന്ന് അവർ അഭിനയിച്ചവരാരും തന്നെ അല്ലാതെ വേറെ ടീം കളിച്ചു, വീണ്ടും എടുത്തു. ഇപ്പം 5-6 തവണ ടീം ബാച്ചായി. എന്നിട്ട് ഇപ്പോഴും കളിക്കുകയല്ലേ, ഇപ്പോഴും ജനം കാണുകയല്ലേ. അത് അപ്പോൾ അതൊരു വലിയ അതിനെപ്പറ്റി ഒന്നും നിർവചിക്കാനൊക്കാത്ത ഒരു അനുഭവം അതിനുണ്ടാകും. ഈയിടെ ഒരു അവാർഡ്, അപ്പോൾ അന്നത്തെ കാലത്ത് സഹകരിച്ച കലാകാരന്മാരെ എല്ലാം വിളിച്ചിട്ട് സെനറ്റ് ഹാളിൽ വെച്ചൊരു സ്വീകരണമാണ് എന്നെ വിളിച്ചത്. ഞാനും പോയിരുന്നു. KPC കുടുംബത്തിൽ പെട്ടവരെല്ലാം. എൻ്റെ വൈഫും നമുക്ക് വരേണ്ടതായിരുന്നു, വൈഫില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ രാജഗോപാലൻ നായർ സാറിൻ്റെ മക്കൾ, ജനാർദ്ദൻ കുറുപ്പ് സാറിൻ്റെ മക്കൾ, അങ്ങനെ തുടങ്ങി തോപ്പിൽ കൃഷ്ണയുടെ മകനെ, അങ്ങനെ തോപ്പിൽ ഭാസിയുടെ മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം വിളിച്ച് ഞങ്ങളെല്ലാം അവിടെ സ്റ്റേജിൽ വെച്ച് ആദരിച്ചു. അപ്പം അതൊക്കെ അഭിമാനത്തോടെ പറയേണ്ട കാര്യങ്ങളാണ്. അതെ. പിന്നെ അങ്ങനെ ഇനിയൊരു നാടകം കൊണ്ട് പല തലമുറയും അറിയാൻ പറ്റുന്ന ഒരു നാടകം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എത്ര തലമുറയായപ്പം 2-3 തലമുറ കഴിഞ്ഞില്ലേ ആ നാടകം എടുത്തിട്ട്. 70-75 കൊല്ലം എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാം ഓർക്കുകയില്ലേ ജനം. അതെ. മാഷിൻ്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായമാണ് സംസ്കാര സമിതി രൂപീകരിച്ച ഒരു അധ്യായം. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? എങ്ങനെയായിരുന്നു തുടക്കം? അത് ഇനി മറ്റ് സമിതികളിൽ പോകണ്ട എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എല്ലാം എടുത്തിരുന്നു. അപ്പോൾ അന്ന് അണ്ണനുണ്ട്. അണ്ണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയുടെ സഹോദരൻ, അദ്ദേഹമാണ് ഇരിക്കുന്നത്, കൃഷ്ണൻകുട്ടി അധ്യാപകനായിരുന്നു. അദ്ദേഹം KPCയിൽ സഹകരിച്ചിരുന്ന ആളാണ്. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്കൊരു സമിതി ഉണ്ടാക്കാം, ഇനിയൊരു നാടക സമിതി പോകണ്ട എന്നൊരു തീരുമാനമെടുത്ത് ഒരു നാടകം സെലക്ട് ചെയ്യാനായിട്ട് അങ്ങനെ പലരും നാടകം കൊണ്ടുവന്നു. അപ്പോഴങ്ങനെ വെൺകുളം ജയകുമാർ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ ഒരു നാടകം എഴുതി കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പം ആ നാടകം തന്നെ അവതരിപ്പിക്കാൻ ആര് സംവിധാനം ചെയ്യണമെന്ന് പലരെയും പറഞ്ഞെങ്കിലും നമ്മൾ ഒന്നും മറക്കരുതല്ലോ. അതുകൊണ്ട് KPCയിലെ ആൾക്കാരെ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് ഈ നാടക സംവിധാനം ചെയ്യുന്നത് തോപ്പിൽ ഭാസി തന്നെ ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ അതെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അപ്പോൾ സംഗീത സംവിധാനമോ അത് ദേവരാം മാഷെ തന്നെ ഏൽപ്പിക്കാം. അങ്ങനെ ദേവരാം മാഷെ കാണാനായിട്ട് ഞാൻ ഇവിടുന്ന്, അദ്ദേഹം മദ്രാസിലായിരുന്നു ഒന്ന് താമസം. ആ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ, ഭാര്യ എന്ന് പറഞ്ഞാൽ പെരുന്നലിയിലാവണി, അവരുടെ സഹോദരൻ മരിച്ചിട്ട് കുറച്ച് ദിവസം, ഒരു 2-3 ആഴ്ച ഉള്ളു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ഭാര്യ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നടത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരി ചെന്ന് അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ചോദിച്ചു, എന്തോ പരിപാടി? ഞാനിങ്ങനെ നാടക സമിതി അത് വേണമെന്ന് ആദ്യം ചോദിച്ചു. നാടകം സ്വന്തമായിട്ട് എടുക്കണോ? ഞങ്ങൾ പറഞ്ഞു വേണം. ഞാൻ പറഞ്ഞു വേണമെന്നാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാമല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. പൈസ നഷ്ടപ്പെടും, പൈസ വേണം. പിന്നെ നേരെ മറിച്ച് മറ്റൊരു സമിതിയിൽ അഭിനയിക്കാതെ നമുക്ക് റിസ്ക്കൊന്നുമില്ല. അപ്പോൾ അഭിനയിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ അതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു നല്ല മാഷേ, ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കെല്ലാം തീരുമാനിച്ചത്. എന്നാൽ ശരി. പക്ഷെ ഒന്നും ഓർക്കണം, നാടകം സമിതി ഏതെങ്കിലും തരത്തിൽ ഇല്ലാതെ വന്നാൽ നമ്മുടെ കയ്യിൽ മറ്റൊന്നും കാണത്തില്ല. ഒരു മുറുക്കാങ്കട നടത്തി കൂട്ടിപ്പോയാൽ 5-6 മിഠായി ഭരണിയെങ്കിലും കാണും. അതെ. ഇതാകുമ്പോൾ ഒരു 200 പേജിൻ്റെ നോട്ട് ബുക്ക് മാത്രമേ കാണത്തുള്ളൂ, വേറൊന്നും കാണത്തില്ല എന്ന് അദ്ദേഹം എന്നോട് വളരെ രസകരമായിട്ട് പറഞ്ഞു. അപ്പോൾ എങ്കിലും ഞങ്ങൾ പറഞ്ഞ് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം സഹകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പാട്ട് എഴുതാനായിട്ട് കണിയാപുരത്തിനെ വിളിപ്പിച്ച്
കണിയാപുരത്തിനെ കൊണ്ട് പാട്ട് എഴുതിച്ച് ഇദ്ദേഹം വന്ന് പാട്ടുകൾ കമ്പോസ് ചെയ്ത് അങ്ങനെയാണ് ആ നാടകം തുടങ്ങുന്നത്. അപ്പോൾ ഈ പറയാൻ കാരണം ആ 200 പേജിൽ നോട്ട് ബുക്ക് എന്ന് പറയുന്ന പേരിൽ ഞാൻ എൻ്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കും. എഴുതി തീർത്ത് NBS പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അച്ചടി ഇന്നലെ വിളിച്ചിരുന്നു പറഞ്ഞാൽ തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ അതിൻ്റെ ടൈറ്റിൽ. ഓ, അപ്പോൾ 50കളിലെ 60കളിലെയൊക്കെ ഒരു ആസ്വാദകരല്ല ഇന്നത്തെ നമ്മുടെ നവമാധ്യമവും റീൽസും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ വന്നിട്ട്. എങ്ങനെ കലയുടെ അന്നത്തെ ഒരു ആസ്വാദന രീതി ഇന്നത്തെ രീതിയും തമ്മിൽ എങ്ങനെ മാറി കാണുന്നു? ഒരുപാട് വ്യത്യാസമുണ്ട്. കലാകാരന്മാരെ ആരാധിക്കുക എന്നൊരു കാലം ആയിരുന്നു അത് അന്നൊക്കെ. ഇന്ന് ആ ആരാധന അത്രയില്ല. ആരാധന എന്ന് പറയുന്നതല്ല ഇന്ന് എന്തുവാണ് പറയുന്നത്, ഇപ്പം ഓരോ ഫാൻസ് ഉണ്ടാകും. ഈ ഫാൻസ് എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗ്രൂപ്പ് എന്നുള്ളത്. മറ്റേ ആരാധനയാണ്. അവർക്ക് പകരം വെക്കാൻ ആളില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. അതിന് അവരെ ആരാധിക്കുകയും അവരുടെ പിന്നെ പെർഫോമൻസ്, അവരുടെ കലാപ്രവർത്തനങ്ങൾ അതിനെ പിന്നെ അവർ അങ്ങേയറ്റം സ്വീകരിക്കുകയും അതിനെ വളർത്താനായിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു അന്നത്തെ കലാകാരന്മാർ. അന്നെന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണം ഞാൻ പറയാം, പണ്ട് ഈ APC ഒക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള നാടക സമിതികളിൽ പാട്ട് പാടുമ്പോൾ ഞാൻ പറഞ്ഞില്ല കീർത്തനങ്ങളൊക്കെയാണ് പാടുന്നത്. കീർത്തനങ്ങൾ പാടുക അല്ലെങ്കിൽ അഭിനയിക്കുക, നന്നായിട്ട് അഭിനയിച്ചാൽ ഓഡിയൻസ് അന്നേരം തന്നെ എഴുന്നേറ്റ് വന്ന് സമ്മാനം കൊടുക്കുക, മാലയിടുക അല്ലെങ്കിൽ നേരിതിടുക, കയ്യിലുള്ള പൈസ കൊടുക്കുക. ആ ഒരു ആരാധന, ആ ഒരു സ്നേഹം, ആ കലയോടുള്ള ഒരു അമിതമായ അഭിനിവേശം അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്ന് ഒരു കല ആസ്വദിക്കാൻ വരുമ്പോൾ ആദ്യം അതിൻ്റെ ഡ്യൂറേഷൻ സമയം പരിധി എന്തുമാത്രം ഉണ്ടെന്ന് തിരക്കും 2 മണിക്കൂറേ ഉള്ളെങ്കിൽ 2 മണിക്കൂറേ ഉള്ളെങ്കിൽ എന്നാ ഇരുന്ന് കളയാം എന്നുള്ളതാണ്. അതാണ് ആദ്യം അന്വേഷിക്കുന്നത്. എന്നൊക്കെ ഇരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് തീരുമോ, അല്ലെങ്കിൽ അരമണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറേ ഉള്ളൂ, 3 മണിക്കൂറെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ വിഷമിച്ചേക്കും. അത് ഇരിക്കുകയാണെങ്കിൽ അത്രയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതുകൊണ്ട് 7 മണിക്ക് മറ്റിടത്ത് പോകണം, കരാട്ടയുണ്ട്, കുങ്ഫു ഉണ്ട്, മറ്റേതുണ്ട്, പിള്ളേരെ അങ്ങനെ കൊണ്ടുപോകണം, ഇതിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഒടിയുന്ന ഒരു രീതിയായി ഇപ്പം. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും കൂടെ വരുന്നത്, അച്ഛനും അമ്മയും മൊട്ടോട്ട് വന്ന് നാടകം കാണുക. അതിന് ശേഷം പിന്നീട് ആ ഒരു ആസ്വാദന രീതി കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് സമയപരിധിക്കുള്ളിൽ കല അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ജനങ്ങൾ അതിനോട് താല്പര്യപ്പെടുന്നു എന്നുള്ളൊരു രീതി വന്നു. കഥകളി കാണാൻ തന്നെ പോയാൽ പണ്ട് നേരം വെളുത്തല്ലേ കഥകളി കണ്ട് അവിടെ തിരിഞ്ഞു വരുള്ളൂ. ഇപ്പം അങ്ങനെ കഥകളി കാണാൻ ചെന്ന് നോക്കണം, കഥകളി കാണാൻ 5-6 പേരെ കാണുള്ളൂ. മറ്റേ അല്ല, നമ്മളൊരു അമ്പലത്തിൽ കഥകളി ഉണ്ടെങ്കിൽ 10,500 പേര് അവിടെ കഥകളി കാണാൻ തന്നെ ഉണ്ടാകും. അവർ വരുന്നത് വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും വരിക, കേളികൊട്ട് കഴിയുമ്പം അവരവിടെ കാണും. എന്നിട്ട് അവസാനത്തെ 2 കഥയായിരിക്കും ഒന്ന് കളിക്കുന്നത്. 2 കഥയെ ആടിക്കണ്ടതിന് ശേഷമേ അവർ പിരിഞ്ഞു പോകത്തുള്ളൂ. ഇന്ന് 2ഒന്നും ആടുന്നില്ല, ഒന്ന് തന്നെ 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് നിർത്തുന്ന. അപ്പം അങ്ങനെ ആസ്വാദകരുടെ രീതി മാറിക്കൊണ്ടിരിക്കുക. ഒരുപാട് നവമാധ്യമങ്ങളൊക്കെ വന്നതിന് ശേഷം മാറ്റങ്ങൾ ഭയങ്കരമായിട്ട് ഒരുപാടുണ്ട്. ഇപ്പം തന്നെ അത് മാത്രമല്ലല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്തെല്ലാം വേണമെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന. ഞാനിപ്പോൾ ഇതിന് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്റ്റുഡിയോയിൽ ചെന്നു, എനിക്കൊരു പടം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആ പടം എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഓരോ ചാനൽ ഓരോ ആപ്പുകളുണ്ട്. അപ്പോൾ അതിനെ ഇതൊന്നും എനിക്ക് വലിയ പിടിപാടില്ലാത്ത ആളാണ് ഉപയോഗിച്ചുള്ള. അപ്പോഴേ ദൂരെ അയാളുടെ ഒരാൾ വെളിയിൽ നിന്നൊരു അയാളുടെ ഫോട്ടോ അയച്ചു കൊടുത്തു. അയാളുടെ ഭാര്യയും മകളും കൂടെ നിൽക്കുന്ന ഇവിടെയുള്ളൊരു പടം അയച്ചു കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഭാര്യയുടെ തോളിൽ കൈ വെച്ചുകൊണ്ട് ഭർത്താവ് നിൽക്കുന്ന ഒരു പടം ആക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ അത് ചെയ്തു കൊടുത്തു. അപ്പം ഞാൻ അന്തിച്ചു. എനിക്കിത് ചിന്തിക്കാൻ പോലും ഒക്കാത്ത, എൻ്റെ കാലഘട്ടത്തിലുള്ള ആളുകൾ ചിന്തിക്കാനൊക്കാത്തൊരു കാര്യമല്ലേ അത്. ടെക്നോളജി വളർന്നു, അത്രത്തോളം ജനങ്ങൾ വളർന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഏത് സംഗീതം വേണം ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് കിട്ടും. ഏത് സംഗീതം വേണമെങ്കിലും ഏത് രീതിയിലാക്കി വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട്. അന്നൊക്കെ നമ്മൾ കാസറ്റുകൾ സൂക്ഷിച്ചു വെച്ച്, അത് മാത്രം അമൂല്യമായിരുന്നു. അന്ന് എവിടെങ്കിലും ഒരു പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉത്സവപ്പറമ്പ് വേണം. റേഡിയോയിൽ ആ സമയത്ത് അത് ആ റേഡിയോ അരമണിക്കൂറല്ലേ, അത് ആ സമയത്ത് ചെന്നെങ്കിലല്ലേ. ആ റേഡിയോയുടെ സമയത്ത് റേഡിയോ ഉണ്ടെങ്കിൽ, റേഡിയോ എല്ലാവർക്കും വന്നില്ല, ഉണ്ടെങ്കിൽ മാത്രമേ ആ പാട്ട് കേൾക്കാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ഈ ഇതുപോലെ ഉത്സവ പറമ്പങ്ങളിൽ ചെന്നിട്ടെങ്കിൽ റേഡിയോ ഒക്കെ അന്നത്തെ കാലത്ത് ലക്ഷറി ആയിരുന്നു. പിന്നെ വലിയ പണക്കാരുടെ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ള. അപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇതെല്ലാം സർവ്വസാധാരണമായി. അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമുള്ളതെല്ലാം അവരുടെ വിരൽത്തുമ്പിൽ കിട്ടുന്നു. പിന്നെന്തിന് ഒരു സ്റ്റേജിൻ്റെ മുമ്പിൽ പോയിരുന്നൊക്കെ ഇരിക്കുന്നു. അപ്പോൾ അതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിലുള്ള ടെക്നോളജി വളർന്നപ്പോൾ ഈ രീതിയിലുള്ള ആസ്വാദന രീതി കുറഞ്ഞു. അതാണ് ഒരു സത്യം. അത് എല്ലാ പരിപാടിക്കും ഇങ്ങനെ. ഇപ്പം സംഗീതത്തിന് മാത്രമല്ല, നൃത്തത്തിനും നാടകത്തിനും ഒക്കെ ആ മാറ്റങ്ങൾ വന്നു. ഇപ്പം നാടകത്തിൻ്റെ ലെങ്ത് പറഞ്ഞ് 1.25 മണിക്കൂർ മതി ഒരു നാടകം. അതിനുള്ളിൽ നാടകം അവതരിപ്പിച്ച് തീർന്നാൽ മാത്രം നാടകം കണ്ടുകൊണ്ടിരിക്കുക. അതിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആളില്ല. അപ്പോൾ ആളുകൾ എഴുന്നേറ്റോ, അപ്പോഴത്തേക്ക് ഫോണല്ലേ കയറിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിയും വരും. അയ്യോ മറ്റേ കുഞ്ഞിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നില്ല, മറ്റേ അവിടെ കുങ്ഫുവിന് പോയിട്ട് അവിടെ താമസം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ കറണ്ടില്ല. ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഇയാൾക്ക് സമാധാനമില്ല. എന്നാൽ പിന്നെ എഴുന്നേറ്റ് പോകാം. മറ്റേതൊന്നുമില്ല, ആരും വിളിക്കത്തുമില്ല. ഇത് കണ്ടുകൊണ്ടെങ്കിൽ ഇരിക്കുകയല്ലേ, എത്ര സമയം വേണമില്ല, തീരാതെ എഴുന്നേക്കത്തില്ല. ഇതിപ്പം ഇത് ഞങ്ങളുടെ ഒരു അനുഭവം പറയാം. ഈ ശിവരാത്രി ദിവസമൊക്കെ മിക്കവാറും 2 പരിപാടികളാണ്. നമ്മുടെ നാടകം, നമ്മുടെ സംസ്കാര നാടകം കളിക്കുമ്പോഴും 2 നാടകം 2-3 നാടകം നമ്മൾ ഒരു ദിവസം കളിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇതുപോലെ പള്ളിപ്പാട്ട്, നമ്മുടെ ഹരിപ്പാട്ടിനടുത്ത് പള്ളിപ്പാട്ട് ഒരു 2ാമത്തെ നാടകം കളിക്കാനായിട്ട് ചെന്നു. ഞങ്ങൾ ആദ്യത്തെ നാടകം കഴിഞ്ഞവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഗാനമേള നടന്നുകൊണ്ടിരിക്കും, തീർന്നിട്ടില്ല. അത് തീർന്നിട്ടേ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുള്ളൂ. അത് തീർന്നു വന്നപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പോഴത്തെ പിന്നെ ഞങ്ങൾ ഈ കർട്ടനൊക്കെ കെട്ടി വേണം അറേഞ്ച്. അപ്പോൾ അതിനങ്ങോട്ട് 1/4 മണിക്കൂർ എടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ മുമ്പിലൊരു പാടമാണ്, നെൽപ്പാടം. അവിടെ എല്ലാം ഈ മാർച്ച് ആകുമ്പോഴത്തേക്ക് കൊയ്ത്ത് കഴിഞ്ഞ് ഇട്ടേക്കല്ലേ, അവിടെ എല്ലാം ആളുകൾ പാവിരിച്ച് ഇരിക്കുക. പായിലായിരിക്കുന്നല്ല, എല്ലാ കസേര ഒന്നുമല്ല, പാവിരിച്ചിരിക്കുക. ആ പാടം നിറച്ചും ആളുകളാണ്. ഒരു വയൽ നിറച്ചും ആളുകൾ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ പറഞ്ഞാൽ നാടകം തുടങ്ങി 3/4 മണിക്കൂർ കഴിഞ്ഞ് നാടകം തുടങ്ങിയപ്പോഴത്തേക്ക് അതെല്ലാം 3 മണി കഴിഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 5 മണിയായില്ല. 5 മണി കഴിഞ്ഞപ്പോൾ നേരം നല്ലപോലെ വെളുത്തു. പിന്നെ ലൈറ്റ് കാണാൻ പറ്റുന്നില്ല, ലൈറ്റിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നാടകം നടത്താം. അപ്പം ചില സ്വപ്ന സീനും ഒക്കെ കാണുമല്ലോ നാടകത്തിൽ, അങ്ങനെയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പാട്ട് സീനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. പാട്ട് ആ സീൻ വരണമെങ്കിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടെങ്കിലേ ഭംഗിയുള്ളൂ. ഇപ്പം ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഇപ്പം ഇങ്ങനെ ലൈറ്റ് ഉള്ളതുകൊണ്ട് നേരം വെളുത്ത് സൂര്യപ്രകാശം വരുന്നു. അപ്പോൾ അതുകൊണ്ട് നാടകം നിർത്തട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ജനങ്ങൾ എഴുന്നേറ്റ് പറയുകയാണ്, ഒക്കത്തില്ല, നാടകം നിർത്തണ്ട, ഞങ്ങൾ കണ്ടോളാം, നാടകം കണ്ടോളാം, ഞങ്ങൾക്ക് ലൈറ്റല്ല വേണ്ടത്. അത്രത്തോളം ഒരു അധിനിവേശം ഉണ്ടായിരുന്നു. അതാണ് അത്രയും പേര്. നേരെ മറിച്ച് ഇന്ന് അങ്ങനെ ഇരിക്കുമോ? ഇന്ന് 5 മണി സമയത്തൊക്കെ ആരെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇല്ല. അതാണ് സുലോചന ചേച്ചി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ, 21 വർഷമായി. അപ്പം ഇന്നും പുതിയ തലമുറ സുലോചന ചേച്ചിയുടെ പാട്ടുകൾ പാടുമ്പോഴൊക്കെ ഇന്നത്തെ ജനറേഷനും അത് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. എന്താ തോന്നുന്നത്? അല്ലാതെ സന്തോഷമുണ്ട്. കാരണം അവർ സുലോചനയെ മറന്നിട്ടില്ല, സുലോചനയുടെ പാട്ടുകൾ മറന്നിട്ടില്ലല്ലോ. എല്ലാവരുടെയും പാട്ടുകൾ ഓർക്കുന്ന പോലെ തന്നെ സുലോചനയുടെയും പാട്ടുകൾ ഓർക്കുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ കലാകാരിക്കും മരണമില്ല. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോഴേ, സുലോചന മരിച്ച ആ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വരലയ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. ആ വർഷത്തെ ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള KPC സുലോചന സ്മാരക അവാർഡ് പിന്നെ S ജാനകിക്കായിരുന്നു. അത് ആ സ്വരലയുടെ ആ വർഷത്തെ ആദ്യത്തെ സ്വരലയുടെ പരിപാടിയാണ്. അത് മാവേലിക്കര BHൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. ബിഷപ്പ് അവിടെ വെച്ചായിരുന്നു. അപ്പം ഞാൻ സ്വരലയുടെ ഭർത്താവ് എന്ന നിലയ്ക്കും അതിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്കും സ്വരലയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്കും ഞാൻ പോകണമല്ലോ. ഞാനുണ്ടാകും. ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് കുടുംബസമേതം ഞങ്ങളവിടെ ചെന്ന്. അപ്പോൾ യേശുദാസും ജാനകിയോ വന്നു. യേശുദാസിൻ്റെ ഗാനമേളയായിരുന്നു. അതിന് യേശുദാസ് വന്നിരുന്നു, ജാനകിയമ്മ വന്നിട്ട് ഞാൻ ചെന്ന് പരിചയപ്പെട്ട് ഇന്നാരാണെന്നവർ പറഞ്ഞു. അന്ന് പുള്ളിക്കാരത്തി 50,000-ഓളം പാട്ട് പാടിയ സ്ത്രീ. സുലോചന 1000 പാട്ടിൽ കൂടുതൽ പാടി കാണത്തില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ 1000 പാട്ട് പാടിയ ആ സ്ത്രീയുടെ പാട്ടുകളെക്കുറിച്ച് അവർ ചോദിച്ചു. ശരി, മനസ്സിലായി. അപ്പം നോക്കണം, ഒരു അന്യനാട്ടുകാരി, തെലുങ്ക് നാട്ടുകാരി ആ ഗായിക പോലും സുലോചനയുടെ പാട്ടുകൾ അതെങ്ങനായിരുന്നു, എന്തായിരുന്നു, ഈ പാട്ടുകളൊക്കെ എങ്ങനായിരുന്നു, അതൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വളരെ താല്പര്യമായിട്ട് അവർ ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അത്രത്തോളം ഈ മറ്റുള്ളവരെ സ്വാധീനിച്ചു അവരുടെ പാട്ടുകൾ എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നതാണ്.
ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കലാരംഗത്തുള്ളൊരു വ്യക്തി എന്ന നിലയിൽ മാഷിന് ഇന്നത്തെ കലയെക്കുറിച്ചും സമൂഹത്തോടും കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു സന്ദേശം എന്തായിരിക്കും? കല എപ്പോഴും നല്ല ഒരു വിനോദ ഉപാധിയാണെങ്കിൽ പോലും അതിൻ്റേതായ ഗൗരവം കൂടെ കൊടുക്കണം, എന്നെങ്കിലേ പറ്റുള്ളൂ. വിനോദത്തിന് വേണ്ടി മാത്രമല്ല, തീർച്ചയായും വിനോദത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു കാര്യമല്ല കലയെന്ന് പറയുന്നത്. കലയ്ക്ക് അതിൻ്റേതായ ഗാംഭീര്യം കൂടുണ്ട്. ആ കല അതേ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് മറ്റുള്ളതിനെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയും. ഇന്ന് സംഗീത തെറാപ്പി വരെ കണ്ടുപിടിച്ചിരിക്കുക. രോഗങ്ങൾക്ക് പോലും സംഗീതം നല്ല മരുന്നാണ്, അല്ലെങ്കിൽ നല്ല മീഡിയ ആണ് എന്ന് കണ്ടുപിടിച്ചൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വന്നാൽ വളരെയധികം പ്രയോജനങ്ങൾ. പിന്നെ മറ്റൊന്ന്, മാനസികമായ പിരിമുറുക്കം മാറ്റാൻ പറ്റും. ഏറ്റവും വലിയൊരു കാര്യം അതാണ്. നമുക്ക് ഇപ്പോഴത്തെ മനുഷ്യന് മുഴുവൻ ടെൻഷനാണ്. ഈ ടെൻഷനിൽ നിന്ന് ഒഴിവാകാൻ സംഗീതത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു രോഗിയെ പരിചരിക്കുന്ന കാര്യത്തിലാണെങ്കിലും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ തിന്മകളെ മാറ്റാൻ വേണ്ടി തന്നെയല്ല ഇപ്പോൾ ഈ സമൂഹം നിറച്ച് ഇപ്പം മയക്കുമരുന്നും മദ്യവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ തലമുറയെ മാറ്റിയെടുക്കാൻ കലയ്ക്ക് വളരെയധികം കഴിയും. അത് ആണ് അതിൻ്റെ ഒരു പല ഉദാഹരണങ്ങൾ എനിക്കുണ്ട്. എൻ്റെ ഇവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ കുഞ്ഞുങ്ങൾ അവരിവിടെ വന്നു കഴിഞ്ഞ് ഇത് പഠിച്ചു കഴിയുമ്പോൾ അവർ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പാകത വരുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചാടി നടന്ന് ബഹളം ഉണ്ടാക്കി അടിച്ച് പിടിച്ച് ഇവിടെ വരുന്ന ഒത്തിരി കുട്ടികളുടെ പഠിക്കാം. ആർക്കും തന്നെ വഴക്കുണ്ടാക്കാനുള്ള ഒരു മൈൻഡില്ല. അപ്പം അവരിൽ ഇത് സ്വഭാവത്തിൽ രൂപീകരണത്തിന് കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാറ്റത്തിന്, സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് കലയെ കൈകാര്യം ഉപയോഗിക്കണമെന്നാണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയാനുള്ളത്. അതിൻ്റെ ഗൗരവത്തോടെ, അല്ല ലാഘവത്തോടുകൂടി കാണുന്നത്, അതിനെ ഗൗരവത്തോടെ തന്നെ കണ്ട് ആ രീതിയിൽ അതിനെ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് യുവതലമുറയോട് പറയാനുള്ളത്. നിങ്ങളെല്ലാവരോടും സംവദിക്കാനൊരു അവസരം ഉണ്ടാക്കി തന്ന കായകുളം ജേർണലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം.